ബി.ജെ.പി. ബാന്ധവമുള്ള ബിജു പുളിക്കക്കണ്ടത്തിന് പാലായിൽ യു.ഡി.എഫ് പിന്തുണ. ബിജു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ചെയർപേഴ്സൺ, കോൺഗ്രസ് വിമത മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ ആകും. യു.ഡി.എഫ് പാലാ പിടിച്ചെന്ന് കാഹളം മുഴക്കിയ കോൺഗ്രസുകാർ നിരാശയിൽ. പാലായിൽ കേരള കോൺഗ്രസ് എം നേതൃത്വം നൽകുന്ന എൽ.ഡി.എഫ് ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്ത്. പാലാ നഗരസഭയിലെ ഒന്നാമത്തെ കക്ഷി എൽ.ഡി.എഫ് ആണെങ്കിലും ഭരിക്കുവാനുള്ള ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുവാനുള്ള തീരുമാനത്തിലാണ് എൽ.ഡി.എഫ്. ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള ബിജു പുളിക്കക്കണ്ടത്തെയും കുടുംബത്തെയും പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടായിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പുളിക്കക്കണ്ടം ഫാമിലിയിലെ 3 പേരും ജയിച്ചതെങ്കിലും ബിനുവിന്റെ മൂത്ത സഹോദരനും ഇപ്പോൾ കൗൺസിലറുമായ ബിജു സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ മണ്ഡലത്തിൽ പോയി താമസിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ബിജു പുളിക്കക്കണ്ടം. അദ്ദേഹത്തിന്റെ സഹോദരൻ ബിനു ആവട്ടെ പാലായിലെ മുൻ ബി.ജെ.പി. നേതാവാണ്. ബി.ജെ.പിയുടെ വോട്ട് മാണി സി കാപ്പന് മറിച്ചു കൊടുത്തതിന്റെ പേരിൽ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ബി.ജെ.പി. വിട്ട് CPM മെമ്പർ ആയെങ്കിലും സമീപകാലത്ത് വീണ്ടും ബിനുവിന്റെ ബി.ജെ.പി. ബന്ധം കണ്ടെത്തിയതിന്റെ പേരിൽ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ബി.ജെ.പിയുമായി യാതൊരുവിധ നീക്കുപോക്കും വേണ്ട എന്ന ഇടതുമുന്നണിയുടെ നയം തന്നെയാണ് ജോസ് കെ മാണിയും പാലായിൽ സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ പോലും RSS സംഘപരിവാർ കേന്ദ്രങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളെ രാജ്യവ്യാപകമായി ആക്രമിക്കുന്നത് കാണാതെ കേവലം ഒരു മുനിസിപ്പൽ ഭരണത്തിനു വേണ്ടി ബി.ജെ.പി. ബന്ധമുള്ള പുളിക്കക്കണ്ടം സഹോദരന്മാരുടെ ലോകത്തെങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കേണ്ട എന്ന നിലപാടിലാണ് ജോസ് കെ മാണി. രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരാണ് കോട്ടയം DCC ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ബി.ജെ.പി. ബന്ധമാണെങ്കിലും കോൺഗ്രസിന് ഭരണത്തിൽ പ്രാതിനിധ്യമില്ലെങ്കിൽ പോലും ബി.ജെ.പിയെ പിണക്കണ്ട എന്നാണ് കോട്ടയം DCCയുടെ നിലപാട്. എന്നാൽ ഇതിനെതിരെ പാലാ മുനിസിപ്പൽ കൗൺസിലിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവ ബി.ജെ.പി. ബാന്ധവമുള്ള സ്വതന്ത്രർക്ക് നൽകി വെറും നോക്കുകുത്തികളായി ഇരിക്കുന്നതിലും ഭേദം പ്രതിപക്ഷത്തിരിക്കുന്നതാണെന്ന വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. പാലാ MLA മാണി സി കാപ്പനും ജോസഫ് വിഭാഗവും ബി.ജെ.പി. നേതൃത്വവും കൂടി നടത്തുന്ന ഈ കുതിര കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുക കോൺഗ്രസിനെ മാത്രമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ജോസ് കെ മാണിയും കൂട്ടരും പുളിക്കക്കണ്ടത്തിന് പിന്തുണ കൊടുക്കാത്ത സാഹചര്യത്തിൽ ബിനുവും കൂട്ടരും ആവശ്യപ്പെട്ട എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുക വഴി പാലായിലെ കോൺഗ്രസ് പൊതുസമൂഹത്തിനു മുൻപിൽ അപഹാസ്യരായി എന്നാണ് അവർ പറയുന്നത്. പാലായിലെ കോൺഗ്രസ് നേതാവ് സതീഷ് ചൊള്ളാനിയെ തോൽപ്പിച്ച വിമത മായ രാഹുലിനും പുളിക്കക്കണ്ടം ഫാമിലിക്കും ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കിട്ട് നൽകിയ ശേഷം അവർ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും അടുത്ത 5 വർഷം കുടപിടിക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടാകുമെന്ന ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എൽ.ഡി.എഫ് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ ഭരണം പിടിക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും അതിനുള്ളിലെ അപകടം തിരിച്ചറിഞ്ഞ ജോസ് കെ മാണിയും കൂട്ടരും പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാധ്യമങ്ങളിലൂടെ ജോസിനെ തറ പറ്റിച്ചു, യു.ഡി.എഫ് നേടി എന്നൊക്കെ പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഓരോ കോൺഗ്രസുകാരന്റെയും ആത്മാഭിമാനമാണ് പുളിക്കക്കണ്ടത്തിന്റെ കാൽച്ചുവട്ടിൽ അടിയറവ് വെച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.